അപ്പൊ അനു പോയി അവിടെ ഇരിക്കും. അപ്പൊ ഉണ്ണി ഞെട്ടും. പുറകെ ഞാനങ്ങ് വന്നേക്കാം. ഞെട്ടിയാ നമുക്ക് കൊള്ളാം. അതെ ശരി, ഞെട്ടാനും കൂടെ നോക്കാം. തപ്പിക്കും. തുറക്കട്ടെ. ഈ എക്സ്പ്രഷൻ ഞാൻ എന്താ പറഞ്ഞ, എന്നെ കാണുമ്പോ ആദ്യം ഇതായിരിക്കും പറയാന്നല്ലേ ഞാൻ പറഞ്ഞു. അയ്യേത് എന്താണ് ഉണ്ണി വിചാരിച്ചത് അത് പറയൂ. ഉണ്ണി എന്താ വിചാരിച്ചേ? ഇവിടെ എന്തിനാ വിളിച്ചേന്ന്? ഇങ്ങനെ ഇരിക്കുന്നത്. ഉണ്ണി ആരോ വിചാരിച്ചു? ഞാൻ ആരും വിചാരിച്ചില്ല. ഏതോ വലിയ സൂപ്പർ സ്റ്റാറിനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. ഇല്ല 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 ഇല്ല. താങ്ക് യു ഫോർ കമ്മിങ്. ഞാൻ ലാസ്റ്റ് നമ്മൾ കണ്ടത് പുതിയൊരു വീടൊക്കെ വെച്ചപ്പോ അന്ന് പോയിരുന്നു അവിടെ. പേടിയാണെന്ന് പറഞ്ഞു എന്നെ കാണാൻ. അതെ, ഭയങ്കര പേടിയും ചമ്മലും. ഉണ്ണി എന്ത് പറയും എന്നൊക്കെ ഉള്ള ഒരു ചുമ്മാ. അയ്യോ, പേടിയെന്ന് വെച്ചാൽ അങ്ങനെയല്ല. ഇവരടുത്ത് ഇവർക്ക് ഉണ്ണിച്ചേട്ടനെ എക്സൈറ്റഡ് ആക്കണല്ലോ. ഞാൻ പറഞ്ഞ് എക്സൈറ്റഡ് അതല്ല, എന്നെ കാണുമ്പോ അയ്യേ ഇവിടെയാണ് വിളിച്ചത് എന്ന് ചോദിക്കുന്നതിന്റെ ആ ഒരു കമന്റ് വരുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് അതിലും അയ്യേന്ന് ഞാൻ വിചാരിച്ചേ ഒരു ഭയങ്കര എന്തോ സംഭവം വരാൻ പോവാണ്. സുനാമി പ്രതീക്ഷിച്ചിരുന്നു. അപ്പൊ വന്ന് ലൈറ്റ് ആയിട്ടൊരു ബ്രീസ് വന്നു പോയതിന്റെ ഒരു ഇതാണ്. ഇതിന് വേണ്ടിട്ട് നിന്നതാണ്. ഇത് കഴിഞ്ഞ് ഞാൻ പോവാണ്. കണ്ടോ, അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് കണ്ടോ വന്നത്. ഉണ്ണി, നിങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ ഒരുമിച്ച് ഒരുപാട് സിനിമയിലൊന്നും ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല. 12th മാനിൽ മാത്രമല്ല. അതും നിങ്ങൾ പെയറായിട്ടൊന്നും അല്ല വന്നിരിക്കണേ. പക്ഷെ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാല് ഉണ്ണിക്ക് നാട്ടുകാരാണ് തീരുമാനിക്കുന്നത് ഉണ്ണിക്ക് പറ്റിയ ഗേളാണ് അനു, അല്ലെ നിങ്ങൾക്ക് തമ്മിൽ ഇതിനൊക്കെ ഒരു അവസാനമുണ്ട്. എന്റെ പേര് പലരുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് അവര് കല്യാണം കഴിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അനുവിന് കല്യാണം കഴിക്കാൻ സമയമായി. ബേസിക്കലി ഈ പെൺകുട്ടികളും കല്യാണം കഴിക്കാൻ സമയമാകുമ്പോ ഉണ്ണിമുതനുമായിട്ട് ഒരു വാർത്ത വരും. അപ്പൊ ഞാനത് വിചാരിച്ചു ഇത് എന്താ നമുക്ക് ഒരു അഫയറും ഇല്ല എന്നാ പക്ഷെ പേര് വന്നോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നോക്കുമ്പോ ഈ പേരുകൾ വരുന്ന ആൾക്കാർ ഓരോന്ന് പോകുന്നതനുസരിച്ച് ഇപ്പൊ ബേസിക്കലി അനുഷയുടെ കല്യാണം നടക്കാൻ പോവാണ്. അതിനെ സംബന്ധിച്ചുള്ള ഒരു അപ്പൊ ഇനി കല്യാണം, ഇനി നമുക്ക് ഇങ്ങനെ ഒരു കൊടുക്കാം. കല്യാണം നടക്കാത്ത ലേഡി ഗേൾസ് ഉണ്ടെങ്കിൽ സമീപിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ ചോദിക്കുന്ന. അല്ല, അപ്പൊ ഉണ്ണി ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഇവരെ ഉണ്ണിയുടെ പേരിനോട് ചേർന്ന് വരുന്ന ഗേൾസ് എല്ലാം കല്യാണം കഴിച്ചു പോന്നു. അപ്പൊ ഉണ്ണിക്കും കല്യാണം കഴിക്കണം എന്നൊരു ആഗ്രഹം തോന്നില്ല? എന്റെ ഇങ്ങനെ പേര് വന്നോണ്ടെങ്കിൽ ആരെങ്കിലും പെണ്ണ് തരുമോ? ഇത് മനസ്സിലാക്കുന്ന ഒരു ഗേള് ഇല്ല. ശരിക്കും നമ്മൾ ഇങ്ങനത്തെ എന്തെങ്കിലും ന്യൂസ് കാണുവാണെങ്കിൽ ശരിക്കും നമ്മൾ ഷെയർ ചെയ്യല്ലോ, ഇതേ പുതിയത് വന്നിട്ടുണ്ട്. അപ്പൊ ഉണ്ണിച്ചേട്ടൻ ഇത് തന്നെയാ പറയണേ, ഇങ്ങനെ ഓരോ മാസം ഓരോരുത്തരുടെ പേരിലുള്ള ഗോസിപ്പ് വന്ന് എനിക്ക് ശരിക്കും പെണ്ണ് കിട്ടില്ല എന്ന് പറയും. ഓക്കെ, ഇനി നിങ്ങൾ തമ്മിൽ വേറെ ഒരു സിനിമയിലല്ലാതെ പിന്നെ എവിടുന്ന് നിങ്ങൾ ഒരുമിച്ചുള്ള പിക്ചേഴ്സ് കിട്ടിയിട്ടായിരിക്കും? എങ്ങനെ നിങ്ങൾ അങ്ങനെ ഞാൻ പണ്ട് കേട്ടിരുന്നു. പിന്നീട് ഐ മീൻ ഞങ്ങൾക്ക് കോമൺ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. ഇപ്പൊ മേപ്പടിയാന്റെ ഡയറക്ടറായ വിഷ്ണുമോഹന്റെ അടുത്ത സുഹൃത്താണ്. വിഷ്ണുവിടെ ഇപ്പൊ നെക്സ്റ്റ് മൂവി മേപ്പടിയാൻ കഴിഞ്ഞ കഥ ഇതുവരെ അതില് വളരെ ഇമ്പോർട്ടന്റ് ആയ ഹീറോയിൻ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ദെൻ ഇങ്ങനെ സിനിമകൾ ചെയ്തില്ലെങ്കിലും ഇങ്ങനെ ജസ്റ്റ് എവിടെയെങ്കിലൊക്കെ കോമൺ ഫ്രണ്ട്സ് ആയിട്ട് ഇങ്ങനെ പരിചയം. പിന്നെ 12th മാനിലാണ് കൂടുതലും ഞാൻ സംസാരിച്ചു നിങ്ങൾ പരിചയം അങ്ങനെ ഒരു ടൈം സ്പെൻഡ് ചെയ്തത്. അപ്പൊ ഇങ്ങനത്തെ ന്യൂസ് വായിക്കുമ്പോഴേ നിങ്ങൾക്ക് എന്താ ചിരിയാണോ വരണേ? ഇവൾക്ക് ചിരി വരും, പക്ഷെ എനിക്ക് ചിലപ്പോൾ ബിക്കോസ് പുള്ളിക്കാരത്തേക്ക് ഇത് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ. എനിക്ക് ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് എനിക്ക് ഒരാളെ കാണാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നല്ല ജോഡി. ഇപ്പൊ മഹിമയുടെ ഒപ്പം ഒരു കോളേജ് നല്ല ജോഡി കല്യാണം കഴിച്ചോടെ ഞാൻ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു നടക്കണം. അങ്ങനെയല്ല, ആഫ്റ്റർ എനിക്ക് എപ്പോഴും ഒന്നുമില്ല. ചില സമയത്ത് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോ ആരെങ്കിലും ഇപ്പൊ എന്താ സംഭവം വെച്ചാൽ ഈ യൂട്യൂബ് വാർത്തകൾ കണ്ട് എന്നോട് ചോദ്യം ചോദിക്കുന്ന ഒരുപാട് ഇങ്ങനെ സാധാരണ കുടുംബത്തിലെ ചില അമ്മമാരൊക്കെ ഉണ്ട്. ഞാൻ ദിവസം അമ്പലത്തിൽ തൊഴുതോണ്ടിരിക്കുക. ഞാൻ കണ്ടുട്ടാ, എന്ത് കണ്ട് കല്യാണം അമ്മ എവിടെ കണ്ടെന്ന് പറഞ്ഞു. ഞാൻ യൂട്യൂബൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ ഞാൻ പറയും യൂട്യൂബില്ല. പിന്നെ പിന്നെ ഒരു തവണ കാണുമ്പോൾ ഞാൻ പറയും അവരുടെ കല്യാണമൊക്കെ പോയി. ബേസിക്കലി വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് സംടൈംസ് ഇറ്റ്സ് ഫണ്ണി ആൻഡ് സംടൈംസ് എനിക്ക് ഇറിറ്റേഷൻ വരും. അപ്പൊ ഞാനോട് നീ വന്ന് കമന്റ് ഒന്നും ഇടല്ലേ എന്ന് പറയും. കിട്ടുമ്പോഴത്തേക്ക് അയച്ചു കൊടുക്കും, കണ്ടില്ലേ പുതിയത് പറഞ്ഞിട്ട്. അപ്പൊ
ഇല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് ചീത്ത പറയത്തേ. അതെ ഇതൊന്ന് ബോധർ ചെയ്യാതെ പോവൂ എന്ന് പറഞ്ഞിട്ടല്ലേ. അനുവിന് എന്താ ഫീൽ ചെയ്യണം? ഉണ്ണിയുടെ കാര്യം പറഞ്ഞു. അനുവിന് ഇല്ല, ഈ പറഞ്ഞ പോലെ എനിക്ക് അധികം ഉണ്ണിച്ചേട്ടൻ ഈ പറഞ്ഞ പോലെ ദേഷ്യം വരാൻ റീസൺ ഉണ്ട്. ബിക്കോസ് എല്ലാ മാസവും ഓരോരുത്തരെ പറ്റിയിട്ട് കേട്ടോണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഞാൻ ഇപ്പൊ മഹിമയായിട്ട് ചെയ്യുമ്പോഴത്തേനും കുറെ എണ്ണത്തില് മഹിമ, നിഖിലയായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് നിഖില, ഇങ്ങനെ മന്ത്ലി ഇങ്ങനെ മാറി വരുന്നോണ്ട് ചിലപ്പോൾ നിഖിലായിട്ട് ഒരിക്കലും അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവില്ല. ആണോ? അങ്ങനെ പറയാൻ കാരണം നിഖിലായിട്ട് ഒരിക്കലും ഉണ്ടാവില്ല. നിങ്ങൾ ബദ്ധശത്രുക്കളാണോ? സിനിമയിൽ അഭിനയിച്ചതല്ല. അയ്യോ അയ്യോ, ഇത് കേക്കണ്ട. അത് കേക്കണ്ട അവസാനം. അപ്പൊ ഇവരൊക്കെ വരെ ആയിട്ട് അവൻ ചാൻസ് പിന്നെയെങ്കിലും ഉണ്ടോ? ഇതാണ് പ്രശ്നം. മനസ്സിലായി മനസ്സിലായി, എനിക്ക് മനസ്സിലായി. അപ്പൊ ഉണ്ണിച്ചേട്ടനെ സംബന്ധിച്ച് കുറെ ആൾക്കാരുടെ പേര് വരുന്നോണ്ട് സ്വാഭാവികമായിട്ട് ഇറിറ്റേറ്റഡ് ആവും. എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് അങ്ങനെ ഒരു അധികം പ്രശ്നം ഇല്ല. ഏറ്റവും കൂടുതൽ മേ ബി കേട്ടിട്ടുള്ളത്. അപ്പൊ എനിക്ക് കേൾക്കുമ്പോ പിന്നെ ശരിയാ, എനിക്ക് മാത്രല്ല, ഇപ്പൊ എന്റെ ബ്രദർ ആണെങ്കിലും ഇപ്പൊ ഇതിലേക്ക് ഇങ്ങോട്ട് വരാ ഉണ്ണിച്ചേട്ടന്റെ ഇന്റർവ്യൂവിന് പോകാന്ന് പറഞ്ഞപ്പോ എന്റെ അണ്ണനും അത് തന്നെയാ പറഞ്ഞത്. ഇനിയിപ്പം അടുത്തത് കാണാലോ. ഇതാണ്. എനിക്ക് അങ്ങനെ ദേഷ്യം വരില്ല. ഇത് മാത്രമേ കാണുന്നുള്ളൂ. ഞാൻ അപ്പോഴും അയച്ചു കൊടുക്കും. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണ്. ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് എന്താ അറിയോ, എന്തായാലും ഇതില് പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നീട് എനിക്കൊന്നുമില്ല. ഇവരുടെ ഭാവി ജീവിതത്തിൽ കല്യാണമൊക്കെ വരുമ്പോ ഏതെങ്കിലും കിറുക്ക് പയ്യൻ വന്നിട്ട് എനിക്ക് വിളിക്കുന്നത്, എടാ ഉണിമൂതാ, ഞാനത് പേടിച്ചിട്ട് അയ്യോ എനിക്ക് അറിയില്ലേ അനുശ്രീ ആരാണെന്ന് അറിയില്ല എന്നല്ലേ. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾ തമ്മിലുള്ള ഇങ്ങനെ ലിങ്കൻ കൂടുതലും കാരണം നിങ്ങൾ തമ്മിൽ രണ്ട് കാര്യങ്ങളുണ്ട് കോമൺ. ഒന്ന് നമ്മുടെ മതം, ഒരു ഇത് നിങ്ങളുടെ, പിന്നെ അതല്ല ഭക്തി വേർന്ന് ആ ഒരു ഇതിനോടുള്ള അമ്പലം, ദൈവം, ആ ഒരു ഭക്തി, പിന്നെ ഒന്ന് രാഷ്ട്രീയ ചിന്താഗതി. ഇത് രണ്ടും കാരണമായിരിക്കണം ഒരു പക്ഷെ നിങ്ങളെ രണ്ടുപേരും തമ്മിൽ ആൾക്കാര് കണക്ട് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആയിരിക്കൂ? നല്ല കണക്ഷൻ. അതിലൊരു പക്ഷെ ഒട്ടുമില്ലാന്ന് പറയാൻ പറ്റുന്നുണ്ടാവത്തില്ലായിരിക്കും. കാരണം എന്റെ വിശ്വാസത്തെ പറ്റിയിട്ട് തുറന്നു പറയുന്ന ഒരാളാണ് ഞാൻ. ഉണ്ണിച്ചേട്ടനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പുള്ളിക്കാരൻ പറയാറുണ്ട്. മേ ബി കുറെ ആൾക്കാരെക്കാട്ടിലും കൂടുതൽ ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റീസൺ അതായിരിക്കും. ഓക്കെ, ഇവർ രണ്ടും അങ്ങനെ പറയുന്നുണ്ട്, എന്നാ പിന്നെ ഇവരങ്ങനെ. അപ്പൊ ഒരിക്കലും ആ റീസൺ ഇല്ല എന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. കുറച്ച് കൂടുതൽ റീസൺ ചിലപ്പം അതായിരിക്കാം. കാരണം ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ വർക്ക് ചെയ്തിട്ടില്ല. ഒരു പടത്തിൽ അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഞങ്ങൾ അങ്ങനെ പേരായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. സോ ആൾക്കാർ കണ്ടെത്തുന്ന ഒരു റീസൺ അത് തന്നെ ആയിരിക്കാം. മലയാള സിനിമാ ലോകത്ത് ഇനി വിവാഹം കഴിക്കാനുള്ള ചുള്ളന്മാരുടെ പട്ടിക എടുത്തു നോക്കിയാൽ ഒന്നാമത്തേത് നമ്മുടെ ഉണ്ണിമുകുന്ദൻ തന്നെയാണ്. ഉണ്ണിമുകുന്ദന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് കുറേ നാളായി എല്ലാവരും ചോദിക്കാൻ തുടങ്ങിയിട്ട്. ഉണ്ണിമുകുന്ദനും അനുശ്രീയും തമ്മിൽ പ്രണയത്തിലാണോ? ഇവർ രണ്ടുപേരും തങ്ങളുടെ കരിയർ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അനുശ്രീ ഈയിടയ്ക്ക് മുന്നെയാണ് ഒരു വീട് വെച്ച് സെറ്റിലായത്. മനോഹരമായ ഒരു വീടായിരുന്നു. ഒരുപാട് സിനിമാ സീരിയൽ രംഗത്തേക്ക് തൻ്റെ സുഹൃത്തുക്കളെ എല്ലാവരെയും വിളിച്ചാണ് അനുശ്രീ ആ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങ് നടത്തിയത്. ഉണ്ണിമുകുന്ദനും അനുശ്രീയും തമ്മിൽ ചെറിയൊരു ഇഷ്ടം എവിടെയോ ഉണ്ട് എന്നാണ് ഈ വീഡിയോ കണ്ട ആളുകൾ പറയുന്നത്. അനുശ്രീയെ കണ്ട ഉണ്ണിമുകുന്ദന്റെ മുഖത്ത് ആ ഒരു ഇഷ്ടത്തിന്റെ ഒന്നും ഇല്ലെങ്കിലും അനുശ്രീ ഉണ്ണിമുകുന്ദനെ കാണുമ്പോഴേ ബ്ലഷ് ചെയ്യുന്നുണ്ടെന്നും നാണം വരുന്നുണ്ടെന്നും സംസാരത്തിലൊക്കെ ഇവരുടെ നോട്ടങ്ങൾ തമ്മിൽ എന്തോ ഒരു ഇഷ്ടം കൈമാറുന്നുണ്ട് എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ഉണ്ണിമുകുന്ദനും അനുശ്രീയും വിവാഹിതരായാൽ അത് സത്യം പറഞ്ഞാൽ ഒരു വലിയ ആരാധകർക്ക് ആഘോഷിക്കാൻ പറ്റിയ ഒരു വാർത്ത തന്നെയായിരിക്കും. അനുശ്രീയും ഉണ്ണിമുകുന്ദനും ഇവർ എപ്പോഴാണ് കല്യാണം കഴിക്കുന്നത്, ഇവർ വിവാഹത്തിന് മുന്നേ റിലേഷൻഷിപ്പിലാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. സർപ്രൈസ് ആയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്.